എടാ ഞാൻ വിളിക്കാവേ, അമ്മ വിളിക്കുന്നു. പൊന്നു വാതിലോർക്ക്. പൊന്നു നീ വാതിലോർക്കാൻ നിന്നോട്. ഈ അമ്മ പഠിക്കാനും സമ്മതിക്കൂല. നീ ആരോടാണ് സംസാരിച്ചോണ്ടിരുന്നത്? ഞാൻ ആരോട് സംസാരിക്കാൻ? ഞാൻ പഠിക്കില്ലായിരുന്നോ? നീ ഇവിടെ ഇരുന്ന് സംസാരിക്കണത് ഞാൻ കേട്ടതാ. ഞാൻ പൊട്ടിയൊന്നല്ല, മനസ്സിലായ? ഫോൺ എടുക്കടി നിന്റെ. ഇത് എന്താ? ഞാൻ ആരോട് സംസാരിച്ചതെന്ന് പറഞ്ഞില്ലേ? നിന്റെ ഫോൺ എടുക്കാൻ ഞാൻ കേട്ടാണല്ലോ. നീ കൊച്ചു കൊഴണത് ആരോടോ? ഞാനോട് സംസാരിച്ചില്ല. എവിടെ നിന്റെ ഫോൺ? ഫോൺ എവിടെയെന്ന്? എവിടെ? ഇവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. കള്ളത്ര ഇല്ലെങ്കിൽ പിന്നെ നിന്നെ ഒളിപ്പിച്ചു വെച്ചേ. അമ്മന്റെ ഫോൺ താമ ഉണ്ടാട്ടിരുന്നോളാം നീ. ഞാൻ ഒന്നും അറിയില്ല എന്ന് നീ വിചാരിക്കരുത്. അവളുടെ ലേറ്റ് ആയിട്ടുള്ള കോളേജിൽ നിന്നുള്ള വരവും അത് കഴിഞ്ഞ് മുറി അടച്ചിട്ടിരുന്ന അവളുടെ കുണുകുണുള്ള സംസാരവും ഫോണില്. ഞാൻ പൊട്ടിയൊന്നല്ല. അവളുടെ ഒരു എന്താ പ്രശ്നം? ഈ അമ്മേന്റെ ഫോൺ എറിഞ്ഞ് പൊട്ടിക്കാൻ നോക്കുവാ. പിന്നല്ലാണ്ട് നിങ്ങൾ ഒറ്റ ഒരുത്തന്നെ ഇവിടെ ഭക്ഷണമാക്കണത്. നീ ഫോൺ തന്നെ. വേണ്ട, അത് പറ്റില്ല, കൊടുക്കാൻ പറ്റില്ല. ഫോൺ നിങ്ങൾ എന്ത് കാണിക്കണത്? അവള് ആരോട് സംസാരിച്ചോണ്ടിരിക്കരുത്. നിങ്ങൾ ഈ ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ടല്ലേ ഇപ്പൊ ഈ പുലിവാലൊക്കെ. അതിനിപ്പോ എന്ത് പറ്റി? പുന്നാര മോളോടല്ല ചോദിക്കി. പൊന്നു എന്താ പ്രശ്നം? അച്ഛമ്മ ചുമ്മാ പറയാ. ഞാൻ ഫിസിക്സിൽ ഡൗട്ട് ചോദിക്കേണ്ട ഫ്രണ്ടിനെ വിളിച്ചതാ. അതിനാണ് അമ്മ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. ഫിസിക്സിന്റെ ഡൗട്ട്? പിന്നെ എന്തിനാണ് നീ കള്ളത്തരം പറഞ്ഞതിനോട്? ആ ഫോൺ എന്തിനാ ഒളിപ്പിച്ചു വെച്ചത്? അത് അമ്മ ദേഷ്യപ്പെട്ടോന്നല്ലേ ഞാൻ കള്ളം പറഞ്ഞത്. അതിന് മുഴുവൻ നോണ അവള് പറഞ്ഞത് കേട്ടാ. നീ പോയി ഒരു ചായ ഇട്ട് തന്നെ എനിക്ക് അന്നേ. നിങ്ങളെ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. അവളെ മര്യാദക്ക് നിർത്താണ്ട്. ഞാൻ നിർത്തിക്കോളാം, നീ പോയി ഒരു ചായ ഇട്ട്. ആ ഫോണോട് വെക്കാൻ പറ്റില്ല. ആ ഫോൺ എടുത്തേ, ഞാൻ കൊണ്ടോട്ടെ. നീ പോയി ചായ ഇട് മാലി, ഞാൻ പറയുന്നത്. നിങ്ങൾ ഒറ്റ ഒരുത്തൻ കാരണം ഇങ്ങനെയൊക്കെ. അച്ഛനും കൊള്ളാം, മോളും കൊള്ളാം. ഞാനാണല്ലോ ഇവിടെ പ്രശ്നക്കാരി. മോളെ നീ ഇരുന്ന് പഠിക്കാൻ നോക്ക്. പരീക്ഷ വരെയാണ്, നല്ല മാർക്ക് മേടിക്കണം കേട്ടോ. ഞാൻ പഠിച്ചോളാം. ആവശ്യമില്ലാതെ മൊബൈലൊന്നും നോക്കരുത്. ഇതൊക്കെ എന്റെ ഫ്രണ്ട്സുകളാണ്, കണ്ണനും അബിയും. അമ്മ അനിയത്തിയൊക്കെ എവിടെ? ഇപ്പൊ ഒരു പുറത്തു വരികയാണ്. അതെ, ഒരു ചെറിയ സർപ്രൈസ് ഉണ്ട്. പെങ്ങൾ വരുന്നവരെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പൊ വരുമ്പോൾ സർപ്രൈസ് ആയിക്കോട്ടെ അവർക്ക് കേട്ടോ. നമുക്ക് ഇന്നത്തെ ദിവസം അടിച്ചു വിളിക്കാം. ഓക്കെ? അളിയ നമുക്ക് വല്ല ജ്യൂസ് ആവല്ലോ, അങ്ങനെ എന്തെങ്കിലും കൊടുക്കും. ഓ നമുക്ക് ജ്യൂസ് എടുത്തിട്ട് വരാം. ഇരിക്കും. വീടെന്താ ഇങ്ങനെ വൃത്തിയില്ലാതെ കിടക്കുന്നേ? അമ്മയും അനിയത്തിയൊക്കെ കുറച്ച് ദിവസം ഇവിടെ ഇല്ലായിരുന്നു. വലിയ മേലടെ ആയിരുന്നു. വീട്ടിൽ നിന്ന് സിഗരറ്റ് വെച്ച് അമ്മ വഴക്ക് പറയൂലേ? അമ്മ ഇല്ലല്ലോ, അമ്മ വരുമ്പോഴേക്കും എല്ലാം മറ്റേ സെറ്റ് ആയിക്കോളും. ജ്യൂസ് എന്റെ സംസാരത്തിലും ചെറിയ പഞ്ചസാരയുണ്ട്, അതിലും കുറച്ച് പഞ്ചസാര കൂടുതലാട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും, കുടിച്ചോ. വാഷ്റൂം എവിടെയാ? എന്റെ റൂം അവിടെ ഉണ്ട്. റൂമിലോ? ഹാളിലൊന്നുമില്ല? അതിനെന്താ പേടിക്കുന്നത്? ധൈര്യമായിട്ട് ചോദിക്കും. ഇത് മോൾ എപ്പോഴായാലും പറഞ്ഞ മോളുടെ റൂമല്ലേ അത്. ധൈര്യമായിട്ട് പോയിട്ടോ. നല്ല അടിപൊളി ജ്യൂസ്. ഒന്നും കൂടെ കിട്ടോ?
നമുക്കൊരു ജ്യൂസ് നല്ല അടിപൊളി. അപ്പൊ നമ്മൾ ചില്ലെന്നൊരു ജ്യൂസ് എടുക്കല്ലേ? ജ്യൂസ് എടുത്തിട്ട് നല്ല ജ്യൂസ്. അമ്മ അനിയത്തിയൊക്കെ ഇവിടെ? അവരടുത്ത് പോവാൻ പറ. നീ ആദ്യം ഇവിടെ വന്നിരിക്കുക. നീ ഇതെന്താ ചെയ്യുന്നേ? നിനക്ക് വേണോ? എനിക്ക് വേണ്ട. വലിച്ചു നോക്ക്. വേണ്ട, നോക്കി നോക്ക് ജസ്റ്റ്. എനിക്കിത് ഇഷ്ടമല്ല. എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട. ഇത് നോക്കടി. എനിക്ക് വേണ്ട. ഇത് ജസ്റ്റ് നോക്കി നോക്ക്. ഇഷ്ടല്ല. വേണ്ട. അതിന്റെ കാര്യം എന്താ? ജസ്റ്റ് നോക്ക്. എനിക്ക് വേണ്ട. വേണ്ടെങ്കിൽ മോള് ജ്യൂസ് കുടിക്കും. കുറച്ചൊന്ന് വൈബാവട്ടെ, ചില്ലാവട്ടെ കേട്ടോ. ജ്യൂസ് കുടിക്കുമ്പോൾ കേട്ടോ. കുറച്ച് കഴിഞ്ഞ് കുടിച്ചോളാം. അതെന്താ എനിക്ക് ഇപ്പം കുടിച്ചോ? കുറച്ച് കഴിഞ്ഞ് കുടിച്ച. ഇപ്പൊ ഒരെണ്ണം കുടിച്ചല്ലേ ഉള്ളൂ. അതെന്താ എനിക്ക് ഇപ്പം കുടിച്ചാലെന്നാ ചോദിക്കണേ? എനിക്കിപ്പൊ വേണ്ട. അതെന്താന്നാ ചോദിക്കണേ? നീ കുടിക്ക്. എനിക്കിപ്പൊ വേണ്ട. അതെന്താ എനിക്ക് ഇപ്പം വേണ്ട? നീ കുടിക്കടി. എനിക്ക് വേണ്ട. നീ കുടിക്കടി. എനിക്ക് വേണ്ട. സൗണ്ട് വെളിയിൽ കേൾക്കാൻ പാടില്ല. കൊന്നുകളെ കേട്ടല്ലോ. ഡോർ പറയണം. സാർ എന്താ കാര്യം? എന്താ മക്കളെ ഇവിടെ പരിപാടി? സാർ എന്താ സാർ കാര്യം? എന്താ കാര്യം? കാര്യം നിനക്കറിയില്ല? സാർ വിട്, കാര്യം പറ. കാര്യം അറിയില്ല? ആവശ്യമില്ലാത്ത ദേഹത്തൊന്നും അവരെ എന്റെ കൂട്ടുകാരന്മാരാ. അവരെ തൊടേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ആരാ വേണം? നിന്നെയാണല്ലോ എനിക്ക് തൊടേണ്ടത്. എന്തിന് കാര്യം? മോളെ അച്ഛൻ വെളിയിലുണ്ട്. കാര്യം പറയുന്നത് കാര്യം പറ സാറേ. കാര്യമൊക്കെ നമുക്ക് പറയാം. മോനെ കാര്യമൊക്കെ പറഞ്ഞിരടാ. വാടാ നീ. എന്റെ കൂട്ടുകാരുടെ ദേഹത്തോടെ സോറി അച്ഛാ, സോറി. ഞാൻ ഇനി ഒരിക്കലും ഇങ്ങനെ ചതിക്കുള്ളിൽ ചെന്ന് വീഴത്തില്ല. അച്ഛനോട് ഇനി ഒരിക്കലും കള്ളവും പറയില്ല. മോളെ കരയല്ലേ? അച്ഛൻ മോളെ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ. മോൾക്ക് ഒരാപത്തും സംഭവിച്ചില്ലല്ലോ. അച്ഛൻ എന്നോട് ദേഷ്യമുണ്ടോ? എന്തിനാടാ? അച്ഛന് മോളെ കുറിച്ച് ഓർത്ത് അഭിമാനം തോന്നുന്നു ഇപ്പൊ. അവക്കൊരു കാര്യം അറിയാമോ? ഈ പെൺകുട്ടികളെല്ലാം ചതിക്കപ്പെടുന്നത് അത് അവരുടെ തെറ്റുകൊണ്ടല്ല. ഇനിയും ആളുകൾ അവരെ ചതിക്കാൻ വേണ്ടി വരും. പക്ഷെ അപ്പോഴൊക്കെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. താൻ ചതിക്കപ്പെടുകയാണെന്ന് തിരിച്ചറിയണം. അത് മനസ്സിലാക്കണം. അത് നിങ്ങൾക്ക് വേണം. സ്നേഹം കൂടിയിട്ട് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ വിശ്വസിക്കരുത്. സ്നേഹിക്കുന്ന ആളെ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നത് വരെ, അവരിനി നമ്മുടെ ജീവിതത്തിൽ അങ്ങോട്ട് വേണമെന്ന് നമുക്ക് ഉറപ്പാകുന്നത് വരെ എപ്പോൾ വേണമെങ്കിലും ഇറങ്ങി വരാനുള്ള ഒരു സ്നേഹബന്ധമായിരിക്കണം നിങ്ങളുടേത്. ഇപ്പൊ തന്നെ ഓക്കൊരു ഡൗട്ട് തോന്നിയപ്പം അച്ഛനെ വിളിച്ചില്ലേ, അതുപോലെ. എന്തൊക്കെ സംഭവിച്ചാലും അച്ഛൻ എനിക്ക് വരുമെന്ന് എനിക്കറിയാം. പിന്നെ എന്ത് പറയാനുള്ള സ്വാതന്ത്ര്യവും അച്ഛൻ എനിക്ക് തന്നിട്ടുണ്ടല്ലോ.